രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച മലയാളികളുടെ സ്വന്തം IM വിജയൻ 24 ഈ സമയം ചേരുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അതിഥിയാണ് രാവിലത്തെ. അപ്പോൾ വിജയേട്ടൻ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അശ്വിൻ, പറഞ്ഞോളൂ. എന്താണ് സന്തോഷം? സുഖമായിരിക്കണം. സന്തോഷം അടിപൊളി. അപ്പോൾ എന്ന് പറഞ്ഞാൽ രാജ്യം ആദരിക്കുകയാണ്, രാജ്യത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രനാണെന്നും രാജ്യത്തിൻ്റെ സ്വത്താണെന്നും പ്രഖ്യാപിക്കുകയാണ്. എന്ത് തോന്നുന്നു? അതെ, തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പത്മശ്രീ എന്ന് പറഞ്ഞൊരു അവാർഡൊക്കെ കിട്ടാൻ, നമ്മളെ സംബന്ധിച്ച് ഒരു അവാർഡ് കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഈ ഏപ്രിലിൽ ഞാൻ റിട്ടയർഡ് ചെയ്യാണ്. അപ്പം എൻ്റെ ലാസ്റ്റ് റിപ്പബ്ലിക് ഡേ ആണ്, അതിൻ്റെ പരേഡാണ്, ഫ്ലാഗ് ഓഫാണ്. അപ്പോൾ അതിന് MSPയിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഏപ്രിലിൽ റിട്ടയർഡ് ആവണം. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഇന്നലെ പത്മശ്രീ പ്രഖ്യാപിക്കുന്നു. വലിയൊരു സന്തോഷം കിട്ടിയത്. പിന്നെ അതിനേക്കാളും വലിയ സന്തോഷം എന്ന് പറയുന്ന കാലത്ത് സ്പോർട്സ് മിനിസ്റ്ററും CM വിളിച്ചിട്ടുണ്ടായിരുന്നു, കൺഗ്രാജ് ചെയ്തു. കാരണം ഇന്നലെ ഭയങ്കര ലേറ്റായിട്ടാണല്ലോ ഇതായത്. അപ്പോൾ അതുകൊണ്ട് രാത്രി വിളിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. വിജയേട്ടന് റിട്ടയർ ആവാനുള്ള പ്രായമൊക്കെ ആയോ എന്ന് ചില പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ഇപ്പോൾ ചോദിക്കും കേട്ടോ. അത് പറയണ്ട, ആണെങ്കിലും പ്രായം 56. അതാ ലോകത്തുള്ള എല്ലാവർക്കും അറിയണേല, അവിടെ കുഴപ്പമില്ല. കാണാൻ കുറച്ച് ഗ്ലാമർ ഉണ്ടായി പോയി, അത് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാലേ നമ്മൾ 2 or 3 ഇന്ത്യൻ പ്ലെയർ ഓഫ് ദ പുരസ്കാരം നേടിയിട്ടുണ്ട്. രാജ്യം കൊണ്ട ഞാൻ ഇരുത്തിയൊക്കെ പോലത്തൊന്നുമല്ല, രാജ്യം കൊണ്ട ഏറ്റവും ബെസ്റ്റ് ഫുട്ബോൾ പ്ലേയേഴ്സിൽ ഒരാളാണ്. കുറച്ചൊന്ന് വൈകിയോ പുരസ്കാരം കിട്ടാൻ, അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, പക്ഷേ അത് കുഴപ്പമില്ല. കാരണം വൈകിയാൽ അർജുന ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. നമ്മൾക്ക് ഇപ്പോൾ അർജുന അവാർഡ് കിട്ടാത്ത ഇഷ്ടംമാര് മലയാളീസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. എന്നേക്കാളും ബെസ്റ്റ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വിഷമമൊന്നും ആലോചിച്ചാൽ, പക്ഷെ നമുക്ക് വൈകിയാൽ കിട്ടുന്നുണ്ടല്ലോ, അത് വലിയൊരു അംഗീകാരമാണ്. പിന്നെ എൻ്റെ പോലെയും ശ്രീജേഷിനെ പോലെയുള്ള ആൾക്കാർക്ക് ഇത്രയും വലിയൊരു ശ്രീജേഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സച്ചിനേക്കാളും കൂടുതൽ അവാർഡ് ഇന്ത്യയിലെ എല്ലാ അവാർഡും കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഒരേ തട്ടത്തിൽ നിന്ന് ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാനാണ്. അപ്പോൾ അവർക്ക് ഇത്രയും വലിയൊരു അവാർഡ് കിട്ടാന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് വിജയേട്ടനോട് സ്നേഹം തോന്നാനുള്ള കാരണം എന്താ പറയുക? നമുക്ക് വിജയേട്ടന് ഒരു പുരസ്കാരം കിട്ടുമ്പോൾ പ്രത്യേക സന്തോഷം തോന്നുന്ന കാരണം വിജയേട്ടൻ്റെ വായിൽ വെള്ളിക്കേണ്ടതായിട്ട് ജനിച്ചതല്ല, ആരും പുഷ് ചെയ്ത് വന്നതല്ല, ഒറ്റയ്ക്ക് വഴിവെട്ടി നമ്മൾ അവിടെ സോഡ വിറ്റ് നടന്ന കഥയൊക്കെ പറയാൻ ഒരു വടിയില്ലാത്ത ഡൗൺ ടു എർത്തിൽ നിന്ന് വന്ന് ജീവിതം കരിപ്പിടിപ്പിച്ചൊരു മനുഷ്യനാണ് എന്നുകൊണ്ടുകൂടിയാണ് ഒരു അഡീഷണൽ സ്നേഹം. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ശ്രീജേഷിൻ്റെ അച്ഛനായിട്ട് നേരത്തെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ശ്രീജേഷിൻ്റെ കാര്യം അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ ശ്രീജേഷിന് അത്രയും നോക്കിയിട്ടുള്ളതാണ് അച്ഛൻ. അതിനകത്ത് മറ്റേ പശുവിനെ വിട്ടിട്ടാണ് മറ്റേ സ്റ്റിക്ക് വാങ്ങിച്ചു കൊടുത്തതെന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ അച്ഛനാണ് മറ്റേ സ്പോർട്സ് സയൻസിൻ്റെ പ്രോഡക്റ്റാണ് ഞാൻ ഫുട്ബോൾ ടീമിൽ കൊണ്ടാക്കിയത് ക്യാമ്പിൽ, ചാത്തൂർ സാറിന്. പക്ഷേ എൻ്റെ ഒരു ഏറ്റവും വലിയ ലോകത്തിൽ മറക്കാൻ പറ്റുക എന്ത് അവാർഡ് കിട്ടിയാലും ഞാനൊരു IM വിജയനായിട്ട് അച്ഛൻ കണ്ടിട്ടില്ല. അതൊരു വലിയൊരു വിഷമമുള്ള കാര്യമാണ്. ഞാനൊരു IM വിജയനായവണെ മുന്നേ അച്ഛൻ മരിച്ചു. അതൊരു ഭയങ്കര ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. വിജയേട്ടൻ എന്താണ് പോസ്റ്റ് റിട്ടയർമെന്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ? ഈ IM വിജയനൊക്കെ ഇത്ര പ്രായമായെന്ന് സത്യമായിട്ട് 56 വയസ്സാണ് പറയണ്ട, പുറത്ത് പറയേണ്ടത്. എന്തിനാ പുറത്ത് പറയുന്നത്? എന്നാ പോലും പറഞ്ഞു കാരണം ചോദിക്കുക, എന്താണ് റിട്ടയർമെന്റ് പ്ലാനൊന്നുമില്ല. ഏപ്രിലിൽ റിട്ടയർഡ് ആവും, അതന്നെ. പിന്നെ കുഴപ്പമില്ല, 56 എന്തായാലും അത് മാറ്റാൻ പറ്റണമല്ലോ. കാരണം റിട്ടയർഡ് ചെയ്യുന്ന സമയത്ത് റിട്ടയർ ചെയ്യണം. നമുക്ക് എന്ത് വേണമെങ്കിൽ മാറ്റാം. റിട്ടയർമെൻറ്റ് ടൈം 56, സ്റ്റേറ്റ് ഗവൺമെൻറ് 56, സെൻട്രൽ ഗവൺമെൻറ്റാണ് 60. അപ്പോൾ നമുക്ക് റിട്ടയർഡ് ചെയ്യുന്ന ടൈം ആകുമ്പോൾ റിട്ടയർഡ് ചെയ്യാം. ഈ ഹെയർ സ്റ്റൈല് ഏതോ ഫുട്ബോൾ താരത്തിൻ്റെ അനുകരിക്കുന്നതാണോ അതോ ഇഷ്ടപ്പെട്ട് പറ്റിയാണോ? കൊള്ളാം, കിടു, പൊളി. അല്ല, ഞാൻ മുടി വെട്ടാൻ പോയപ്പോൾ ഞാൻ മുടി വെട്ടാൻ പോയപ്പോൾ വൈഫ്, തിരുവനന്തപുരത്തുള്ള വൈഫിനോട് ചോദിച്ചാൽ മുടി വെട്ടാൻ. അപ്പോൾ അച്ഛൻ ഒരു കാര്യം ചെയ്യും, 2 സൈഡിൽ നിന്ന് വെട്ടി വെക്കുമെന്ന് പറഞ്ഞു. ഞാൻ മുടി വെട്ടി വന്നിട്ട് മറ്റേ തിരുവനന്തപുരത്ത് വെച്ചിട്ട് പന്നീരവീന്ദ്രൻ സാർ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇങ്ങനെ പറയാണ്, ഇതെന്താ മുടികളുടെ കളിയാന്ന് പറഞ്ഞിട്ട് പേപ്പറിലൊക്കെ വന്നതാണ്. ഞാൻ ഈ സ്റ്റൈലും സാറ് പിന്നെ മുടി ഇങ്ങനെ വളർത്തിയിട്ടിട്ടല്ലേ വൈഫ് പറഞ്ഞിട്ട് വെട്ടിയതത്. എന്താ സംഭവം? ഗംഭീര. അപ്പോൾ ചേട്ടൻ അപ്പോൾ എല്ലാവിധ അതല്ല അതെ താങ്ക് യു. എന്താ വെച്ചാലേ ഇതിൽ ഏറ്റവും വലിയ കാര്യം ഇത് കഴിഞ്ഞിട്ട്
എന്നെ ചേട്ടൻ വിളിച്ചിട്ടുണ്ടാവും, ലാലേട്ടൻ വിളിച്ചിട്ടുണ്ടാവും, അതായത് സിദ്ദിഖ് ലാലേട്ടൻ. ആ അപ്പോൾ ചേട്ടൻ മറ്റേ ഈ ഹെയർ സ്റ്റൈലിൽ മറ്റേ ഇതിൽ ചെയ്തിട്ടില്ലേ, പടത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചേട്ടൻ പറഞ്ഞു, ഓ പൊളിച്ചില്ല വിജയ്, അത് അടിപൊളി സ്റ്റൈലാണ്. ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ അന്ന് ആ മുടി വെട്ടിയ സ്റ്റൈൽ തന്നെയാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓക്കെ അപ്പോൾ പുള്ളിച്ചെല്ല വിജയത് സൂപ്പർ സ്റ്റൈൽ ഒരിക്കൽ പറയാണ്. അപ്പോൾ എല്ലാവിധ ആശംസ നേരുന്നു. എന്നാൽ യൂണിഫോം ഇരിക്കുമ്പോഴത്തേക്ക് എന്താണ് ഒരുപാട് തമാശ പറയാം, ചെറിയൊരു മടി. എന്നാൽ പോലും എല്ലാവിധ ആശംസകളും സ്നേഹാശംസകൾ. അപ്പോൾ പത്മ പുരസ്കാരത്തിന് ഉമ്മകൾ വിജയ്. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പ്രിയപ്പെട്ട ഐ എം വിജയൻ അദ്ദേഹത്തിൻ്റെ പുരസ്കാര ലബ്ധിയിലുള്ള സന്തോഷമൊക്കെ പങ്കെടുക്കുകയാണ്. പക്ഷേ റിട്ടയർ ആകാൻ പോകുന്നു എന്ന് പറയുന്നത് ഐ എം വിജയൻ നമ്മുടെ പയ്യനൊക്കെ പയ്യനാണ് എന്ന് പറഞ്ഞാൽ ചുള്ളനായി നല്ല എനർജറ്റിക്കായി നിൽക്കുന്ന ആളാണ്. കാലം പോകുന്നുണ്ട്, മനുഷ്യർക്ക് പ്രായമാവുന്നുണ്ട്.